പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എഴുന്നേറ്റു, നേരെ പോയി കുളിക്കുകയും ചെയ്തു കേട്ടോ. മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ എന്താ ഒരു കാര്യവും നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു മടിയും കാണിക്കാതെ ഓടിപ്പോയി കുളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വിളക്ക് കത്തിച്ചു കഴിയുമ്പം ഇന്നത്തെ ദിവസം നല്ലതാകും. അതുകൊണ്ട് ഞാൻ വിളക്കൊക്കെ കത്തിച്ചു, ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം കതകൊക്കെ തുറന്ന് നമ്മൾ മുറ്റത്തോട്ടങ്ങ് ഇറങ്ങി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ എൻ്റെ മുറ്റം തന്നെയാണ് കേട്ടോ. ഞാൻ അങ്ങനെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങിയതിന് ശേഷം കുറച്ചു നേരം നടന്നു. നമ്മുടെ കിളികള് മുട്ടയിട്ടിട്ടുണ്ട്, ഒരു കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഇതിന് തുളസിയില കൊടുക്കും. അപ്പം ഞാൻ ഇതിൻ്റെ തുളസിയിലയുടെ പൂവാണ് കൊടുക്കുന്നത്. തുളസിയിലയും കൊടുക്കാറുണ്ട്. ഇല കഴിക്കുന്നതിനെക്കാട്ടിലും പൂവാണിത് കഴിക്കുന്നത്. അതുകൊണ്ട് തുളസിയില പിച്ചാൻ വേണ്ടി പോവുകയാണേ. ഇതിന് കൊടുക്കുന്ന ആ ഗോതമ്പ് മണിയെക്കാട്ടിലും ഇഷ്ടം നമ്മുടെ ഈ തുളസിയില തന്നെയാണ്. തുളസിയിലയുടെ ആ ഒരു വിത്തില്ലേ പൂവിനകത്തുള്ള, അതാണ് നമ്മുടെ ഈ ലവ് ബേർഡ്സിന് ഭയങ്കര ഇഷ്ടം. പനിക്കൂർക്കയും കൊടുക്കാറുണ്ട്, തുളസിയിലയാണ് കൂടുതലും കൊടുക്കാറുള്ളത്. നമ്മുടെ ലവ് ബേർഡ്സ് ആദ്യം ഇട്ട 3 മുട്ടയിൽ 3ഉം വിരിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ രണ്ടാമത് ഇട്ട 4 മുട്ടയിൽ 1 മുട്ട വിരിഞ്ഞിട്ടുണ്ടേ. അപ്പോൾ കുഞ്ഞു ലവ് ബേർഡ്സ് അതിനകത്തുണ്ട്. അപ്പോൾ അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തുളസിയിലയായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ വിരിഞ്ഞൊരു ആളാണല്ലോ നമ്മുടെ ലവ് ബേർഡ്സ്. അപ്പൊ തുളസിയിലൊക്കെ കൊടുക്കാന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെ അടുത്തോട്ട് പോയി അതിന് വെള്ളമൊക്കെ മാറ്റി വെച്ചു കൊടുത്തു. നമ്മളിവിടെ ഇതിനു മുമ്പും ലവ് ബേർഡ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആദ്യം മേടിച്ച ലവ് ബേർഡ്സ് 2 എണ്ണം ഉണ്ടായിരുന്നു. അത് 2ഉം ചത്തുപോയി. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കും 2ഉം ഇതിനകത്തില്ലായിരുന്നു. അന്ന് നമ്മുടെ വീട്ടിന് മുറ്റത്ത് മതിലൊന്നും കെട്ടിയിട്ടില്ലായിരുന്നേ. ആ 2 ലവ് ബേർഡ്സും ചത്ത് നമ്മുടെ മതിലിന് വെളിയിലാണ് കിടന്നിരുന്നത്. എന്തു പറ്റിയതാണെന്ന് ഇപ്പോഴും നമുക്കറിയത്തില്ല. നമ്മുടെ ലവ് ബേർഡ്സ് ഇപ്പം മുട്ടയിട്ടിട്ട് 18 ദിവസമൊക്കെ കഴിഞ്ഞു. 18 ദിവസം കഴിഞ്ഞിട്ടാണ് വിരിഞ്ഞത്. മുൻപ് മുട്ടയിട്ടിട്ട് 1 മാസം കഴിഞ്ഞിട്ടും വിരിഞ്ഞിട്ടില്ലായിരുന്നു. അവസാനം ലവ് ബേർഡ്സ് തന്നെ കൊത്തി അങ്ങ് കളഞ്ഞു. എന്തായാലും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കുടത്തിനുള്ളിൽ തന്നെ ഇരിപ്പുണ്ട്. അതിന് വെള്ളവും തീറ്റയൊക്കെ കൊടുത്തിട്ട് ഞാൻ ഓടിപ്പോയി നമ്മുടെ മുറ്റത്തെ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം നനയ്ക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം അങ്ങ് ഉണക്ക് സമയമാണല്ലോ. ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇതെല്ലാം ഉണങ്ങി കരിഞ്ഞ് നിൽക്കും. അതുകൊണ്ട് എല്ലാത്തിനും ഒന്ന് വെള്ളം നനയ്ക്കാമെന്ന് വിചാരിച്ചു. ഈ ചെറിയ ഓസിൽ കൂടെ വരുന്ന വെള്ളമൊന്നും ഇതിന് തികയത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വൈകുന്നേര സമയങ്ങളിൽ വലിയ ഓസ് എടുത്ത് നനയ്ക്കും. ചെടികൾ വളർത്താനായിട്ട് ഒത്തിരി ഇഷ്ടമാണ് എനിക്ക്. പക്ഷെ നമ്മുടെ മുറ്റത്ത് നല്ല കല്ലും കട്ടയൊക്കെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു ഈ വീട് വെക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ എല്ലാം കിളിച്ചു വരാൻ ഇച്ചിരി പാടാണ്. കുളിയൊക്കെ കഴിഞ്ഞ് വെള്ളവും നനച്ചു കഴിഞ്ഞിട്ട് ഞാൻ നേരെ നമ്മുടെ അടുക്കളയിലോട്ട് വന്നിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കുമെന്ന് ആലോചിക്കാനൊന്നുമില്ല. ഞാൻ എപ്പോഴും സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ അട തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. മുൻപത്തെ ദിവസം ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ അടയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പം ഇന്നും അട തന്നെയാണ് കേട്ടോ. ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ദേവയ്ക്ക് അട ഇഷ്ടമായതുകൊണ്ട് തന്നെ അത് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി അടയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഗോതമ്പ് പൊടിയുടെ അടയായിരുന്നു ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് അരിപ്പൊടിയുടെ അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ഇഷ്ടം ഗോതമ്പ് പൊടിയുടെ അടയാണേ. അപ്പം നമ്മൾ രാവിലെ തന്നെ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ എനിക്കൊരു എനർജി വരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ചന്ദനത്തിരി കത്തിച്ച് വെക്കുന്നത് കേട്ടോ. ഈ ചന്ദനത്തിരി കത്തിച്ചതിൻ്റെ മണം അങ്ങോട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് എന്തെന്നില്ലാത്തൊരു എനർജിയാണ്. അതുകൊണ്ട് ഞാൻ ചന്ദനത്തിരി ഇടയ്ക്കിടയ്ക്ക് കത്തിച്ച് വെക്കാറുണ്ട് കേട്ടോ. മനസ്സിന് വലിയ സുഖമില്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങനെ കത്തിച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയ സന്തോഷം കിട്ടും. അതുകൊണ്ട് ഞാനിതങ്ങ് കത്തിച്ച് വെച്ചേക്കുവാണേ. ഇനി നമുക്ക് പാലെടുത്ത് തിളപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാലൊക്കെ എടുത്തുകൊണ്ട് ചായ ഇട്ടിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വലിയ പാടൊന്നും ഇല്ലല്ലോ. ഒരു വാഴയില മാത്രം മതി അല്ലേ. അപ്പൊ പാലൊക്കെ എടുത്തോണ്ട് വന്ന് ഞാൻ ചായക്ക് വെള്ളം വെക്കാൻ പോവാണേ. നമ്മുടെ ഓരോ ദിവസവും നന്നാകണമെങ്കിൽ അത് നമ്മൾ തന്നെ വിചാരിക്കണം. രാവിലെയൊക്കെ എഴുന്നേറ്റ് ഒന്ന് കുളിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് നല്ലൊരു ദിവസമായിട്ട് തോന്നാറുണ്ട്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. രാവിലെ ഒന്ന് എഴുന്നേറ്റ് കുളിച്ചു കഴിഞ്ഞാൽ കുറെ നെഗറ്റീവ്സ് ഒക്കെ അങ്ങ് പോകും. നമ്മൾ ഈ മടിയും പിടിച്ച് ദേഷ്യവും കയറിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെയാണ് ഇല്ലാതാക്കുകയും ചെയ്യുന്നത്. അപ്പം നമ്മുടെ ചന്ദനത്തിരിയൊക്കെ കത്തി വരുന്ന കണ്ടോ. എനിക്കിതിൻ്റെ പുകയൊക്കെ കാണുന്നതും ശ്വസിക്കുന്നതും ഒക്കെ ഇഷ്ടമാണ്. നല്ലതാണോ എന്തോ എനിക്കറിയത്തില്ല, പക്ഷെ എനിക്കിതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ചായ അടുപ്പത്തൊട്ട് വെക്കുവാണേ. ഞാൻ അങ്ങ് ചായക്ക് അഡിക്റ്റ് ആയിപ്പോയി. എനിക്ക് ചായ കുടിച്ചില്ലെങ്കിൽ തലവേദനയും എടുക്കാറുണ്ട്. ഇതിപ്പോൾ എങ്ങനെ മാറ്റുമെന്ന് എനിക്കൊരു പിടിയുമില്ല. അതോ കടുപ്പ് നല്ല രീതി വേണമെന്ന് താനും. ചായക്ക് വെള്ളം വെച്ചിട്ട് ഞാൻ പോയി പാത്രം എടുത്ത് വെച്ച് നമ്മുടെ മാവ് അങ്ങ് കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അരിപ്പൊടി ഇട്ട് കുറച്ച് ഉപ്പ് വിട്ട് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കുക.
ഇടിയപ്പത്തിൻ്റെയൊക്കെ ഒരു പാകമില്ലേ, ആ പാകത്തിൽ അങ്ങ് കുഴച്ചെടുക്കുക. ഇന്ന് നേരെ നല്ലതുപോലെ വെളുത്തിട്ടുണ്ട്. വെയിലൊക്കെ ഇങ്ങ് നേരത്തെ എത്തിയിട്ടുണ്ട്. 7:30 കഴിഞ്ഞ് 7:45 തന്നെ വെയിലിങ്ങെത്തി. ഒരാൾ കിടന്ന് ഉറക്കമാണ് കേട്ടോ. ഞാനില്ലാതെ ആളങ്ങനെ കിടക്കാറില്ല. പക്ഷെ ഇന്നെന്തോ നല്ല ഉറക്കക്ഷീണമുണ്ട്. അതുകൊണ്ട് കിടന്ന് ഉറങ്ങുവാണ്. ആ സമയത്ത് എൻ്റെ ജോലി നടക്കും, വീഡിയോ എടുപ്പ് നടക്കും. ദേവൂസ് അംഗനവാടി പോകുന്ന സമയത്താണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും വോയിസ് റെക്കോർഡ് കൊടുക്കുന്നതും എല്ലാം. അവള് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കത്തില്ല. അപ്പൊ അവള് വരുന്നതിന് മുമ്പേ എൻ്റെ ജോലികളെല്ലാം തീർത്തു വെച്ചാൽ മാത്രമേ എൻ്റെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എളുപ്പം പണിയും തീർത്ത് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഞാനിരിക്കും. ഈ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഭയങ്കര ചെറിയ പണിയൊന്നും അല്ല കേട്ടോ, നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. ഷോർട്സിന് എടുക്കുന്നതാണെങ്കിലും ലോങ്ങിന് എടുക്കുന്നതാണെങ്കിലും എല്ലാം നല്ല ബുദ്ധിമുട്ടാണ്. 2 പ്രാവശ്യം ഓരോ കാര്യങ്ങൾ ചെയ്യണം, എങ്കിലേ നമുക്ക് 2 വീഡിയോസും കിട്ടത്തുള്ളൂ. പിന്നെ ഒരു കൊച്ചിനും കൂടെ വെച്ചിട്ടാണ് ഈ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ നടത്തുന്നതെങ്കിൽ പിന്നെ പറയണ്ട. പിന്നെ നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്നതായതുകൊണ്ടും നമ്മുടെ ഇഷ്ടം ഇതായതുകൊണ്ടും ഒരു മടിയും ഇല്ലാതെ സന്തോഷത്തോടു കൂടി ചെയ്യുന്നു. നമ്മൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കുറേ കാലം കഴിയുമ്പോഴത്തേക്കും എടുത്തു നോക്കാമല്ലോ, പിന്നെ നമ്മുടെ മക്കളെയൊക്കെ കാണിക്കാം. അപ്പം നമ്മുടെ തേങ്ങയൊക്കെ ചിരകി എടുത്തിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ടൊന്ന് കുഴച്ച് വെച്ചു. ആ സമയത്ത് ഞാൻ പോയി ഇല വെട്ടാൻ പോയേ. ഇല വെട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് നല്ല കരച്ചിൽ കേൾക്കുന്നുണ്ട്. അവളെ TV കാണാനിരുത്തിയിട്ടാണ് ഞാൻ ഈ ഇല വെട്ടാൻ വന്നത്. പക്ഷെ ആൾ അടുക്കളയിൽ വന്ന് നോക്കിയപ്പം എന്നെ കണ്ടില്ല. അപ്പം പിന്നെ നല്ല കരച്ചിലായി. പിന്നെ നമ്മുടെ ഇഡലിക്കുട്ടകം എടുത്ത് അടുപ്പിലോട്ട് വെച്ച് ഇല വെട്ടി കീറി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇഡലിക്കുട്ടകം എടുത്ത് വെക്കാം. ആ വെള്ളം അങ്ങോട്ട് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മാവ് അങ്ങ് പരത്തിയെടുക്കാവേ. ഗോതമ്പ് പൊടി പോലല്ല അരിപ്പൊടി ഇച്ചിരി പരക്കാനൊക്കെ ഇച്ചിരി പാടാണ്. കുറേശ്ശെ എടുത്ത് അതങ്ങോട്ട് പരത്തിയെടുത്തു. വെള്ളം തൊട്ട് പരത്തുമ്പോഴത്തേക്കും പെട്ടെന്ന് പരന്നു വരും. അപ്പം പിന്നെ ഞാൻ വെള്ളം തൊട്ടാണ് പരത്തുകയും ചെയ്യുന്നത്. നന്നായിട്ട് പരത്തിയെടുത്തിട്ട് ആദ്യം ഞാൻ നടുഭാഗത്തായിരുന്നു ഈ നമ്മുടെ തേങ്ങ വെച്ച് കൊടുക്കുന്നത്. ഒരു ചേച്ചി വീഡിയോയിൽ പറഞ്ഞു നടുക്ക് വെക്കാതെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലായിടവും കിട്ടുമെന്ന്. മധുരവേ, അപ്പം പിന്നെ ഞാൻ സൈഡിലോട്ടങ്ങ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ വെച്ച് കൊടുത്തിട്ട് അടച്ച് വയ്ക്കുക. 4 എണ്ണമൊക്കെ ഞാനിവിടെ ഉണ്ടാക്കി എടുക്കുന്നുള്ളൂ കേട്ടോ. എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അട ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ സമയം ഒത്തിരി അങ്ങ് പോകും. സൈഡിൽ വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും തേങ്ങ നടുക്ക് തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തത്. സത്യം പറയാൻ ഞാൻ മറന്നുപോയി. എനിക്ക് ഇതാണ് ശീലം. അതുകൊണ്ട് വീണ്ടും ഞാൻ നടുക്ക് തന്നെ വെച്ച് കൊടുത്തു. അങ്ങനെ അടയൊക്കെ മടക്കി എടുത്തിട്ട് ഇനി നമുക്ക് നമ്മുടെ ഇഡലിക്കുട്ടകത്തിലോട്ട് വെച്ച് കൊടുക്കണമല്ലോ. ആ സമയത്ത് ഒരാൾ വന്നിട്ടുണ്ട്, ചിണുങ്ങി. ഇങ്ങനെ ആയിരിക്കും എല്ലാ വീട്ടിലും അല്ലേ. ഇവിടെ ആ മാവ് വേണമെന്നും പറഞ്ഞാണ് വാശി പിടിക്കുന്നത്. ഇപ്പം അവസാനം ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് ആ തേങ്ങ എടുത്ത് കൊടുക്കുന്നുണ്ടേ. തേങ്ങ കൊടുത്ത പാതി അവൾ അത് 2 തട്ടിമറിച്ച് താഴെ ഇട്ടു. തേങ്ങയും പോയി, പാത്രവും താഴെ വീണു. പോയത് പോയി. എന്തായാലും ഉള്ളത് ഞാൻ അങ്ങോട്ട് എടുത്ത് ഇഡലിക്കുട്ടകത്തിലോട്ട് വെച്ച് കൊടുത്ത് ആവി കയറ്റിയെടുത്തു. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ, നമ്മുടെ മക്കളല്ലേ, ഇങ്ങനെ വാശിയും ദേഷ്യവും ഒക്കെ കാണിക്കും. നമ്മളതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്ത് പിടിക്കും. ഞാനവിടെ പ്രതികരിച്ചോ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഞാനൊരു അടി കൊടുത്തു കേട്ടോ. കാരണം ആവശ്യമില്ലാതാണ് വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. തല്ലരുതെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ പിള്ളേർ കുസൃതി കാണിക്കുമ്പോൾ തല്ലിപ്പോവുകയും ചെയ്യും. ചെറിയൊരടിയാണേ കൊടുത്തത്. അങ്ങനെ ആൾ വീണ്ടും പോയി TV കാണാനിരുന്നു. അവൾക്ക് എപ്പോഴും ഞാൻ കൂടെ ഇരിക്കണം. ഞാൻ കൂടെ ഇരിക്കുമ്പം അവൾക്കൊരു സമാധാനമാണ്. അതുകൊണ്ടാണ് ഈ വാശി പിടിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുകയും ചെയ്യും, ഞാൻ പോയോ ഞാൻ എവിടെയെങ്കിലും ഇട്ടിട്ട് പോകുമോ എന്നുള്ള പേടിയാണ് ആൾക്ക്. അപ്പം നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ കുറച്ച് ചായ അങ്ങ് കുടിക്കുകയും ചെയ്തു. ദേവൂസിന് ബൂസ്റ്റ് ഇട്ടതാണേ കൊടുക്കുന്നത്. അവൾക്ക് ബൂസ്റ്റ് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും 2ാമത് ഞാൻ പാലിളപ്പിച്ച് കൊടുക്കുകയും ചെയ്തു. അപ്പം നമ്മുടെ ആവി ഏറിയ അട റെഡി ആയിട്ടുണ്ട്. ഇത് അതിനകത്ത് തന്നെ വെച്ച് ഞാനൊന്ന് തുറന്നു നോക്കി. കാണാൻ നല്ല ഭംഗിയാണേ. ഗോതമ്പ് അട പോലൊന്നുമല്ല. കാണാൻ ഭംഗിയുള്ളതൊന്നും ഉള്ളി വലിയ ടേസ്റ്റ് കാണത്തില്ല. എന്നാൽ കാണാൻ കൊള്ളാത്തതോ ഉള്ളി നല്ല ടേസ്റ്റും ആയിരിക്കും. അതാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമേ. നമ്മുടെ ഗോതമ്പട കാണാൻ വലിയ ഭംഗിയൊന്നും കാണത്തില്ല, പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ അരിയടയ്ക്ക് കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും, പക്ഷെ കഴിക്കാനോ ഗോതമ്പടയുടെ അത്രയും വരത്തില്ല. എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ്. കാണാൻ വലിയ ഭംഗിയില്ലെങ്കിലും
ഉള്ളി നല്ലതായിരിക്കുമേ. അങ്ങനെ അട കുറച്ച് ഞാൻ എടുത്ത് വായിലോട്ട് വെച്ച് നോക്കി. ടേസ്റ്റിൻ്റെ കാര്യം പറയാം, ഗോതമ്പിൻ്റെ അത്രയും വരില്ല. ഇതിങ്ങനെ കാണാൻ തന്നെ എന്തു ഭംഗിയാ അല്ലേ. ഇതിൻ്റെ കൂടെ ചായയും കൂടെ വെച്ചപ്പോഴത്തേക്ക് ഒരു നല്ല ഭംഗിയായി. ഞാനിതെടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചു കേട്ടോ. കാരണം നമുക്ക് ലോങ് വീഡിയോയ്ക്ക് തമ്മിലാക്കാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും ദേവക്കുട്ടിയും കൂടെ മുറ്റത്ത് വന്നിരുന്ന് കഴിച്ചു കേട്ടോ. കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അംഗനവാടിയിലോട്ട് വിട്ടു. 10 മണി കഴിഞ്ഞു. ദേവക്കുട്ടി ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരുക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വണ്ടി വിട്ടു. ക്യാമറ എടുത്തു കഴിഞ്ഞാൽ അപ്പം ടാറ്റയാണ് കേട്ടോ ആള്. അങ്ങനെ ടാറ്റയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പോയി ഗേറ്റ് തുറന്ന് നേരെ അംഗനവാടിയിലോട്ട് വിട്ടു. അംഗനവാടി പോകാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്, ആ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ടാറ്റാ.